വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. കാരണം ഒരു വിശ്വാസി അല്ലാഹുവിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നിശ്ചയിച്ച സ്വർഗീയ സുഖം ആഗ്രഹിക്കുന്നവരാണ്. ആ സ്വർഗീയ സുഖം ആഗ്രഹിക്കുന്നവർക്ക് ദുനിയാവിൽ ഒന്നും സുഖിച്ചുകൂടാ എന്നില്ല. ഒരു നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പണം ചെലവഴിച്ച് നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൂടാ എന്നില്ല, നല്ലൊരു ഭക്ഷണം കഴിച്ചുകൂടാ എന്നില്ല, നല്ലൊരു വീട് വെച്ചുകൂടാ എന്നില്ല. പക്ഷേ അതിലൊക്കെ ധൂർത്ത് പാടില്ല എന്നൊരു അതിർവരമ്പ് വെച്ചു എന്നല്ലാതെ ഈ ലോകത്ത് മുഅ്മിനായി എന്നതിൻ്റെ പേരിൽ ഈ ദുനിയാവിലെ ഒന്നും സുഖിച്ചുകൂടാ എന്നൊന്നും അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടില്ല. അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അവന് വലിയ സന്തോഷമാണ്. മാത്രമല്ല, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രഗൽഭരായ സമ്പന്നരായ പണക്കാര കൂട്ടത്തിൽ എണ്ണിയവരാണ്. പക്ഷേ അവരൊക്കെ പണം ഉണ്ട് എന്നതിലപ്പുറം അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം അവർ നയിച്ചിട്ടില്ല. എപ്പോഴും തഖ്വയിലായി, എപ്പോഴും അല്ലാഹുവിനെ ഓർത്ത് ആഖിറത്തെ ഓർത്ത് കരഞ്ഞവരായിരുന്നു അത്തരം വലിയ വലിയ മഹാന്മാർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ദുനിയാവിന് അല്ലാഹു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവർക്കോ അവിശ്വാസികൾക്കോ അല്ലാഹു നൽകുമായിരുന്നില്ല. ഈ ദുനിയാവിന് അല്ലാഹു വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് വിശ്വാസിക്കും അല്ലാഹുവിനെ വിശ്വസിച്ച് അല്ലാഹു പറഞ്ഞതനുസരിച്ച് കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന അല്ലാഹുവിൻ്റെ വിശ്വാസികൾക്കും, എന്നാൽ അല്ലാഹുവിനെ വിശ്വസിക്കാത്തവർക്കും അല്ലാഹു തആല അനുഗ്രഹം ചെയ്യുകയാണ്. ഈ ദുനിയാവിന് അല്ലാഹു വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് എന്നതാണ് സൂറത്തു സുഖ്റൂഫിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ആഖിറത്തിന് വില കൽപ്പിച്ചത് കൊണ്ടാണ് വിശ്വാസികൾക്ക് മാത്രം ശാശ്വതമായ പാരത്രിക ലോകത്ത് സ്വർഗം അല്ലാഹു നൽകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ അല്ലാഹു വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള അവിശ്വാസികൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നത്. ഇവിടെയുള്ള അവിശ്വാസികൾക്ക് അങ്ങനെയാണ് എങ്കിൽ, ദുനിയാവിന് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പച്ചവെള്ളം പോലും അല്ലാഹു കൊടുക്കുമായിരുന്നില്ല. എന്നാൽ ആഖിറത്തിന് വില കൽപ്പിച്ചത് കൊണ്ടാണ് അവിശ്വാസികൾക്ക് ഒരു പരിഗണനയും അവിടെ നൽകാത്തത്. മറിച്ച് വിശ്വാസികൾക്ക് മാത്രമാണ് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നത്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ നാളെ ആഖിറത്തിൽ വിജയിക്കണം. നീ അതിന് ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. സൂറത്തു സുഖ്റൂഫിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വലൗലാ അൻ യകൂന الناس ഉമ്മത വാഹിദതൻ ലജഅൽനാ لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون ولولا أن يكون الناس أمة واحدة. ജനങ്ങളെല്ലാം ഒരൊറ്റ പാർട്ടി ആയി പോവില്ലായിരുന്നുവെങ്കിൽ, അഥവാ എല്ലാവരും സത്യനിഷേധികളായി പോവില്ലായിരുന്നുവെങ്കിൽ, റഹ്മാനായ അല്ലാഹുവിനെ കൊണ്ട് നിഷേധിക്കുന്നവർക്ക് നാം കൊടുക്കുമായിരുന്നു. ലിമൻ യക്ഫുറു ബിർറഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ കൊണ്ട് നിഷേധിക്കുന്നവർക്ക് നാം കൊടുക്കുമായിരുന്നു. എന്ത് കൊടുക്കും? ലിബുയൂതിഹിം സുഖുഫാ മിൻ ഫിദ്ദത്തിൻ വമആരിജ അലൈഹാ യദ്ഹറൂൻ. അവരുടെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള മേൽക്കൂര,
വെള്ളി കൊണ്ടുള്ള മേൽക്കൂര എന്ന് പറഞ്ഞാൽ അവർ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി, വീടിന്റെ മേൽക്കൂരയിൽ കയറി പരിസരങ്ങൾ വീക്ഷിക്കുന്ന ബാൽക്കണി ഉണ്ടല്ലോ, ആ ബാൽക്കണികളെല്ലാം നാം ആക്കുമായിരുന്നു. എന്താക്കുമായിരുന്നു? മിൻ ഫിദ്ദത്തിൻ, അതേ വെള്ളി കൊണ്ട് നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. മാത്രമല്ല വലിബുയൂതിഹിം അബ്വാബൻ വസുറുറൻ അലൈഹാ യത്തഖിഊൻ, അവരുടെ വാതിലുകളും കട്ടിലുകളും അവർ ചാരിയിരിക്കുന്നതെല്ലാം വെള്ളിയും വസുഖ്റുഫ, സ്വർണവുമാക്കുമായിരുന്നു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ വീട് സ്വർണം. അല്ല ഇല്ല എന്ന് പറയുന്നവർക്ക് അല്ലാഹു അവരുടെ വാതിലിന് സ്വർണം. അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവർക്ക് അവരുടെ വാതിൽ കട്ടിലും അവര് കിടക്കുന്ന കട്ടിലും അതുപോലെ തന്നെ അവരുടെ ഫർണിച്ചർ മുഴുവനും സ്വർണം ആക്കുമായിരുന്നു. പക്ഷേ എല്ലാം സ്വർണമാക്കുമായിരുന്ന ആ റബ്ബ് ഇവിടെ ദുനിയാവിൽ അല്ലാഹു അങ്ങനെ ചെയ്തില്ല. കാരണം ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കും സുഖം നൽകണം. സുഖം നൽകിയിട്ട് അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സുഖം നൽകാതെ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ പടച്ച റബ്ബ് നല്ല സുഖം തന്ന് പരീക്ഷിക്കും. ചിലപ്പോൾ നല്ല സുഖം അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല, അങ്ങനെയും പരീക്ഷിക്കും. ധാരാളം പണം തന്ന് പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു തആല വീക്ഷിക്കുകയാണ്, ഞാൻ ധാരാളം പണം കൊടുത്തു, ഇവൻ കൃത്യമായി സകാത്ത് കൊടുക്കുന്നുണ്ടോ, ഇവന്റെ പണം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, അങ്ങനെ പരീക്ഷിക്കുന്നവനാണ് റബ്ബ്. എന്നാൽ സുഖമില്ല, വളരെ പ്രയാസമാണ്, എപ്പോഴും ഞെരുക്കമാണ്, എപ്പോഴും പ്രയാസമാണ്, എപ്പോഴും അസുഖങ്ങളാണ്. അങ്ങനെയും പടച്ച റബ്ബ് പരീക്ഷിക്കും. അപ്പോഴും റബ്ബ് നോക്കുന്നത് ഇവൻ ഇത്രയൊക്കെ പരീക്ഷണം നേരിട്ടിട്ടും അവന്റെ വിശ്വാസത്തിന് ഒരു കളങ്കവുമില്ലല്ലോ, അവൻ കൃത്യമായി അവന്റെ എല്ലാ ഇബാദത്തുകളും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴാണ് അവന്റെ ഈമാൻ ഉറച്ചിട്ടുള്ളത്. അപ്പൊ ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ തീരുമാനം എന്താണ്? ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഗുണം ചെയ്യണം. ആഖിറത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് അല്ലാഹു ഗുണം ചെയ്യുന്നു. എന്നാൽ അല്ലാഹുവിനെ വിശ്വസിക്കാത്ത അവിശ്വാസികൾക്കും അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നു. അല്ലാഹുവിനെ വിശ്വസിക്കാത്തവർക്കും അല്ലാഹു സമ്പത്ത് കൊടുക്കുന്നു, അല്ലാഹു നല്ല വീട് കൊടുക്കുന്നു, എല്ലാ സുഖങ്ങളും നൽകുന്നു. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് ഈ ദുനിയാവിൽ അവിശ്വാസികൾ മാത്രം സുഖിച്ചാൽ പോരാ, മുഅ്മിനീങ്ങളും ഒന്ന് സുഖിക്കണം. അല്പം സുഖം മുഅ്മിനീങ്ങളും നേരിടണം. എന്തിനാണ് അങ്ങനെ അല്ലാഹു ചെയ്തത്? അവിശ്വാസികൾക്ക് മാത്രം ഇവിടെ സുഖിച്ചാൽ പലപ്പോഴായി മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ വന്നു പോകും. അല്ലാഹ് എന്ന് പറയുന്നവർക്ക് എപ്പോഴും ഞെരുക്കും, എപ്പോഴും അസുഖം. എന്നാൽ അല്ലാഹ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വീടുകൾ സ്വർണം, അവരുടെ ഫർണിച്ചറുകൾ സ്വർണം, എല്ലാം സ്വർണത്തിലൂടെ എല്ലാ സുഖങ്ങളും കിട്ടുകയാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ തോന്നും, വിശ്വസിച്ച ആളുകൾക്ക് തോന്നും, നമുക്ക് ഒന്ന് അല്ലാഹ് ഇന്ന് ഇല്ല എന്ന് പറഞ്ഞാലോ എന്ന് തോന്നിപ്പോകും. അപ്പൊ പിന്നെ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോകും എന്ന് മാത്രമല്ല, കറകളഞ്ഞ ഉറച്ച വിശ്വാസമുള്ള എന്ത് രസങ്ങളും എന്ത് സുഖങ്ങളും എല്ലാം കിട്ടിയാലും എല്ലാം കണ്ടാലും ഒരു അളവ് പോലും ഈമാനിൽ നിന്ന് തെന്നിമാറാത്ത അല്ലാഹുവിന്റെ അംബിയാക്കളെ പോലെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ പോലെ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ പോലെ, അല്ലാഹുവിന്റെ സിദ്ദീഖീങ്ങളെ പോലെ, അല്ലാഹുവിന്റെ ശുഹദാക്കളെ പോലെ അത്തരം കുറഞ്ഞ വിഭാഗം ആളുകൾ മാത്രമേ, പിന്നെ അല്ലാഹുവിനെ അനുസരിക്കുന്നവർ മാത്രം ഈ ലോകത്തുണ്ടാവുകയുള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾ നോക്കൂ. സൂറത്തു സുഖ്റഫിലെ 33-ാമത്തെ ആയത്ത് വളരെ കൃത്യമായിട്ട് പറയാണ്, അങ്ങനെയൊന്നും എൻ്റെ ഉമ്മത്ത് ആയി പോകാതെ, ലവലേശം പിയച്ചു പോകാതെ അവരൊന്ന് ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് അല്ലാഹു നൽകുന്ന വല്ലാത്തൊരു റഹ്മത്തിന്റെ ഭാഗമാണ്.
അതുകൊണ്ട് ഈമാൻ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതുകൊണ്ട് മാത്രമാണ് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സുഖം നൽകുന്നത്. അല്ലാഹുവേ, ഈ സുഖങ്ങളൊക്കെ തന്നിട്ടും റബ്ബേ നിനക്ക് വേണ്ടി കൃത്യമായി നിസ്കരിക്കുന്നില്ല എങ്കിൽ, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ, കൃത്യമായി ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? നീയാണ് റഹ്മാൻ. എങ്ങനെയെങ്കിലും ഈ വിശ്വാസികൾ, അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് രക്ഷപ്പെട്ട് ആഖിറത്തിൽ വിജയിക്കണമെന്ന് ചിന്തിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനിൽ ഓരോ അളവ് വിട്ടുവീഴ്ചയില്ലാതെ വിശ്വാസം ക്ലിയറാക്കണം. ആ വിശ്വാസം ക്ലിയറാക്കുമ്പോൾ അല്ലാഹുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അൽ ഹുബ്ബു ഫില്ലാഹ്, നമ്മുടെ സ്നേഹം മുഴുവനും അല്ലാഹുവിലായിരിക്കും. വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിൽ മാത്രമായിരിക്കും നമ്മുടെ വെറുപ്പ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു വെറുക്കുന്നത് മുഴുവനും ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. അങ്ങനെ അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായി പരിശ്രമിക്കും. ആ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കൽ. ആ സ്നേഹം ഖൽബിൽ വന്നാലോ സുബ്ഹാനല്ലാഹ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. എന്ന് മാത്രമല്ല, സുന്നത്തുകൾ മെല്ലെ മെല്ലെ ജീവിതത്തിൽ എടുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴോ നമ്മൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ് വേഗം ഓടൂല. നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് അച്ചടക്കത്തോടുകൂടെ ഇരുന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, പടച്ചോനെ ഞാൻ നിസ്കരിക്കുന്നു, എന്റെ നിസ്കാരത്തിൽ വല്ല പാകപ്പിഴവുകളും വന്നോ, എന്റെ ജീവിതത്തിൽ വല്ല പാകപ്പിഴവുകളും വന്നോ, നീ പുറത്തു തരണേ അല്ലാഹ്. അതിന്റെ ശേഷമുള്ള ദിക്റുകൾ, അതിന്റെ ശേഷമുള്ള ദുആ, അത് കഴിയാതെ പോകൂല. മാത്രമല്ല എപ്പോഴും പടച്ച റബ്ബിന് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ദിക്റും മൗറാദുകളും കഴിഞ്ഞ് പിന്നെയും വേഗം പോകൂല. മറിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ വലിയ മടിയുള്ളവരുണ്ടോ? മുത്തുനബിയെ സ്നേഹിച്ചാൽ അവന് അങ്ങനെ മടി വരൂല. പിന്നെ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങളൊക്കെ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയാൽ പിന്നെയും അവന് വല്ലാത്ത പൂതി വരും. അങ്ങനെ പിന്നെ വിത്ർ നിസ്കരിക്കാൻ തുടങ്ങും, പിന്നെ ദുഹാ നിസ്കരിക്കാൻ തുടങ്ങും. അതും കഴിഞ്ഞാലോ പിന്നെ അവന്റെ ഉറക്കത്തിന് ക്രമീകരണങ്ങൾ വരും. സാധാരണ സുബ്ഹി ജമാഅത്തും കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന വ്യക്തി പിന്നെ എഴുന്നേൽക്കുന്നതോ മെല്ലെ മെല്ലെ അവൻ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതോ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തഹജ്ജുദിനോ അവൻ തയ്യാറാവുകയാണ്. ആ തഹജ്ജുദിന് വേണ്ടി തയ്യാറാകുന്നത് സുബ്ഹാനല്ലാഹ് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പെങ്കിലും അവൻ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ പിന്നെ അവന്റെ ജീവിതത്തിൽ കൃത്യമായി രാവിലെ എഴുന്നേൽക്കുന്നു. സുബ്ഹിയുടെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. പിന്നെ എല്ലാ ക്രമീകരണങ്ങളും വരുത്തി അവന്റെ ദിവസത്തെ അവൻ ക്രമീകരണപ്പെടുത്തുകയാണ്. അവന്റെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അവൻ ചൊല്ലാനുള്ള ദിക്റുകൾ, ഔറാദുകൾ എല്ലാം അവൻ ചൊല്ലുന്നു, കൃത്യമാകുന്നു. പിന്നീട് അവനതാ കുറച്ച് 8:30-9 മണി ആകുമ്പോഴേക്ക് ദുഹായുടെ സമയത്ത് അവൻ ദുഹാ നിസ്കരിക്കുന്നു. പിന്നെ അതാ ളുഹറിലേക്ക്, അസറിലേക്ക്, മഗ്രിബ്, ഇശായിലേക്ക് എല്ലാം അതിന്റെ മുമ്പും ശേഷവുമുള്ള വിത്റുകൾ, അതിന്റെ ശേഷമുള്ള റവാത്തിബ്
സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ച് ഇശാം കഴിഞ്ഞ് വിത്തർ നിസ്കരിച്ച് വീണ്ടും അങ്ങനെ കൃത്യമായി അവനതാ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, അതിന്റെ ഇടയിലുള്ള ദിക്റുകളൊക്കെ കൃത്യമാകുന്നു. അപ്പോഴാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ച് അവന്റെ ജീവിതം അങ്ങ് ചിട്ടപ്പെടുത്തുമ്പോ സുബ്ഹാനല്ലാഹ് അവന് തോന്നും ഇനി നിസ്കരിച്ച് ധാരാളം നിസ്കരിക്കണം. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിച്ചതിന്റെ ഓരോന്നും അവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. വല്ലംതു സുന്നതമൻ അഹിയല്ലാലമായിനാ അനിഷ്തകത് ഖാദമാ ഉദ്റാമിൻ വാമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇത്രയൊക്കെ സുന്നത്തുകൾ ക്രമീകരണപ്പെടുത്തി. അപ്പൊ പിന്നെ മനസ്സിലേക്ക് ഇബ്ലീസ് കൊണ്ടുവന്ന് ഇടുന്ന ഒരു സംഭവമാണ് കിബർ. ഞാൻ തിരക്കടില്ല, ഇപ്പൊ എന്തൊക്കെയായി, ഇപ്പൊ വിത്തറായി, റവാത്തിബായി, ദുഹയായി, തഹജ്ജുദായി, ഇപ്പൊ അത്യാവശ്യം തിരക്കടില്ല എന്ന് ഇടുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുന്നത്. ആ ചരിത്രത്തിൽ ഉൾപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നു. ഫർദ് നിസ്കാരമെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുകയെല്ലാം നീണ്ട നിസ്കാരമാണ്. 2.5 മണി സമയം കഴിഞ്ഞ് പിന്നീടതാ സുബ്ഹി വരെ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നീര് വരുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരുമ്പോ അവന്റെ മനസ്സിൽ തോന്നുകയാണ്, പടച്ചോനെ എന്റെ നിസ്കാരമൊന്നും നിസ്കാരമല്ല, നിസ്കാരങ്ങളൊക്കെ മഹാന്മാരുടെ നിസ്കാരമാണ്. അതിൽ ഏറ്റവും വലിയ മഹാനല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പിന്നെ അവൻ ലയിക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നു, എപ്പോഴും റബ്ബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒറ്റ സംഭവം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഇതേ രൂപത്തിൽ വളർന്നു വന്ന ഒരു മഹദിയാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. വലിയ മഹദിയാണ്. റാബിയ എന്ന പേര് കിട്ടാൻ കാരണം ആ വീട്ടിലെ 4ാമത്തെ മകളായതുകൊണ്ടാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. വലിയ മഹദിയാണ്, മഹാമഹദി. ഒരു ദിവസം ഇശാ നിസ്കരിച്ച് അല്പം ഉറങ്ങി. പിന്നെ ഉറക്കു വരുന്നില്ല, നീണ്ട നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് ധാരാളം നിസ്കരിച്ച് നോക്കണേ, ഇശാ നിസ്കരിച്ച് അല്പം ഉറങ്ങിയിട്ടുണ്ട്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഏറിപ്പോയാൽ പിന്നെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ധാരാളം നിസ്കാരമാണ്. നിസ്കരിച്ച് സുബ്ഹി വരെ നിസ്കരിച്ചു. സുബ്ഹി ആയപ്പോഴേക്ക് മനുഷ്യനല്ലേ ക്ഷീണം വരുമല്ലോ, ക്ഷീണം വന്നു. സുബ്ഹി ബാങ്ക് കേട്ടപ്പോൾ വേഗം മഹദി സുബ്ഹി നിസ്കരിച്ചു. പിന്നെ വല്ലാത്ത ക്ഷീണം, ഉറക്കം തൂങ്ങിയപ്പോൾ മഹദി മെല്ലെ കിടന്നപ്പോൾ സുബ്ഹാനല്ലാഹ് മഹദിയുടെ വീട്ടിന്റെ മുൻവശത്തൂടെ ഒരു കള്ളൻ നടന്നു പോവുകയാണ്. കള്ളൻ ഒരുപാട് വീടുകൾ കയറാൻ വേണ്ടി ശ്രമിച്ചു, ഒരു വീട്ടിലേക്കും കയറാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒരു വീട് കാണുന്നത്. ആ വീട് ആരുടേതാണ്? മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹായുടെ വീടാണ്. ഒന്നുമെല്ലാം നോക്കിയപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ അത് ഈ സ്ത്രീയാണ്. ആ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരുമില്ല എന്ന് കള്ളൻ ഒന്ന് ആലോചിച്ചു. ആരും കാണുന്നില്ല. മെല്ലെ വാതിൽ തുറന്നു വീട്ടിലേക്ക് കയറി. ആ പെണ്ണിനെ ഉണർത്താതെ മെല്ലെ വീട്ടിന്റെ ഉള്ളിൽ കയറി ഓരോ ഭാഗത്തും വല്ല സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കുകയാണ്.
അപ്പോൾ കിട്ടുന്നത് നല്ല നല്ല വസ്ത്രങ്ങളാണ്. ആ വസ്ത്രങ്ങൾ എടുത്തു, വിലപിടിപ്പുള്ള പലതും എടുത്ത് അദ്ദേഹത്തിന്റെ സഞ്ചിയിലേക്ക് നിറച്ച് ഇനി അത്യാവശ്യമായല്ലോ, ഇനി നമുക്ക് വല്ല സ്ഥലം വിടാമല്ലോ. അദ്ദേഹം ചിന്തിച്ചു മെല്ലെ സ്ഥലം വിടാൻ വേണ്ടി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നേരത്തെ വന്ന ആ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. മെല്ലെ ആ ലോക്കൊന്ന് താഴ്ത്തി നോക്കി, ലോക്ക് പൊന്തിച്ചു നോക്കി. പക്ഷേ ലോക്കിനൊരു കുഴപ്പവുമില്ല. ലോക്ക് താഴ്ത്തിയിട്ടും തുറക്കാൻ കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല. കുറെ വലിച്ചു നോക്കി, കഴിയുന്നില്ല. നേരെ അപ്പുറത്തേക്ക് പോയി നോക്കി, അപ്പുറത്തെ വാതിലും തുറന്നു നോക്കി. പക്ഷേ ഡോറ് തുറക്കാൻ കിട്ടുന്നില്ല. പിന്നെ അങ്ങോട്ടോടുന്നു, ഇങ്ങോട്ടോടുന്നു, ഒന്നും കഴിയുന്നില്ല. ഏതുപോലെ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഒരു എലിയെ പിടിക്കാൻ വേണ്ടി എലിക്കണി വെച്ച് കഴിഞ്ഞാൽ ആ എലിക്കണിയിൽ എലി കുടുങ്ങിയാൽ കണ്ടില്ലേ, എലി അങ്ങോട്ട് പോയി നോക്കും, അപ്പൊ അവിടെ തുറക്കുന്നില്ല. പിന്നെ ഇങ്ങോട്ട് പോയി നോക്കും, അവിടെയും തുറക്കുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നത് പോലെ ഈ കള്ളൻ അവിടെ പെട്ടുപോയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ കള്ളൻ കുടുങ്ങിപ്പോയല്ലോ. ഈ കുടുങ്ങിയ കള്ളൻ പെട്ടെന്നൊരു വാചകം കേൾക്കുകയാണ്. പെട്ടെന്നൊരു വാചകം. ആ വാചകം എന്താണ്? ഫസുൽത്താനു യഖ്ദാ. ഓ മനുഷ്യ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ധാരാളം നിസ്കരിച്ച് ഖുർആൻ ഓതി ഇന്നലെ രാത്രി മുഴുവനും ഹയാത്താക്കിയ എന്റെ പ്രിയപ്പെട്ട റാബിയത്തുൽ അദവിയ്യ ക്ഷീണം വന്നപ്പോ സുബ്ഹിയും നിസ്കരിച്ച് പെട്ടെന്നുറങ്ങിയതാണ്, ക്ഷീണം കൊണ്ടുറങ്ങിയതാണ്. ആ സമയം നോക്കിയാണ് നീ വന്നത് അല്ലേ? അതുകൊണ്ട് ഉറങ്ങാത്ത റബ്ബ് മേലെയുണ്ട്, ഉറങ്ങാത്ത റബ്ബ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. നീ എടുത്ത സാമഗ്രികളെല്ലാം അവിടെ തന്നെ വെച്ചോ. അങ്ങനെ ആ കള്ളൻ പേടിച്ചു പോയി എന്ന് മാത്രമല്ല, ആ കള്ളൻ സഞ്ചിയിൽ നിന്ന് എടുത്ത സാധനങ്ങൾ മുഴുവനും ഓരോ ഭാഗത്തും വെക്കുകയാണ്. ഓരോന്നും ഓരോ ഭാഗത്തും വെച്ചതിന് ശേഷം സഞ്ചിയും മടക്കി അദ്ദേഹം മെല്ലെ ഇറങ്ങാൻ നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, വാതിൽ മെല്ലെ തുറന്നതേയുള്ളൂ. വാതിൽ തുറന്നുപോയി. നേരത്തെ തുറക്കാൻ ശ്രമിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും ശ്രമിച്ചത്. ഇപ്പോഴതാ വളരെ സിമ്പിളായിട്ട് ആ ഡോർ കിട്ടുകയാണ്. ഇതാണ് കറാമത്ത്, ഇതാണ് അല്ലാഹുവിനെ സ്നേഹിച്ച മഹാന്മാർക്കും മഹദികൾക്കും അല്ലാഹു കൊടുക്കുന്ന വലിയ ബഹുമാനം. അപ്പോൾ അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിലേക്ക് നമ്മൾ അടുത്താൽ അല്ലാഹു നമ്മെ സംരക്ഷിക്കും, അല്ലാഹു നമുക്ക് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, നിന്നെ അനുസരിക്കാൻ, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനും നല്ലവരായി ജീവിക്കാനും നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാനും സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഇൽമു വളരെ കുറവാണ്, ഇബാദത്ത് വളരെ കുറവാണ്. ഇത്തരം നല്ല മജ്‌ലിസുകളിൽ വരുമ്പോൾ മഹാന്മാരെ സ്മരിക്കുന്നത് കൊണ്ട്, മഹാന്മാരെ കുറിച്ച് പറയുന്നത് കൊണ്ട്, ഇത്തരം നല്ല നല്ല സംഭവങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്. അവരുടെ പോലെ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ സ്നേഹിച്ചത് കൊണ്ട് ഞങ്ങളുടെ ഇബാദത്തുകൾക്കും അല്പം വർദ്ധനവ് തന്ന് നിന്നെ സ്നേഹിച്ച് ആഖിറത്തിൽ രക്ഷപ്പെടണം. നീ തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. യാ അക്രം ബൈത്ത് ചൊല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العامم مولاي على حبيبك خير
ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي وسلم دائما أبدا للخلق كلهم يا نفس لا تقنطي من زلة معلومات إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا للخلق كلهم لعلنا ما ترى بحين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم يا رب واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم على حبيبك خير والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير والآل وصحبه ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رنت عذبات الباني ريح صباها وأطرم العيس سحاد العيس بالنغم صلى
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله وسلم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم اللهم قبول മാറാവട്ടെ. എല്ലാവരും ഇന്നത്തെ ചായ നമ്മുടെ അബ്ദുള്ള ഹാജിയുടെ മകൻ്റെ മകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം 22-ാം തീയതി നടക്കുകയാണ്. അല്ലാഹുവേ വിറാഹത്തിനും സന്തോഷത്തിനും ആ കല്യാണം വളരെ സുന്ദരമായ രൂപത്തിൽ നടത്താനുള്ള തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉപ്പ ഉമ്മ തുടങ്ങി ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ, ജ്യേഷ്ഠനടക്കം പലരും മരണപ്പെട്ടു. അല്ലാഹുവേ അവരുടെയൊക്കെ ഖബറിനെ സന്തോഷത്തിലാക്കി അല്ലാഹ് എല്ലാവരും 10 ദിക്ർ ചൊല്ലണം. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. ഒരുപാട് രോഗികൾ റബ്ബേനെ പരിപൂർണ്ണ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലും അല്ലാതെയുമായി പലരും മെസ്സേജ് അയച്ചത് എല്ലാവരുടെയും നാടുകളും വീടുകളും രോഗങ്ങളും അറിയുന്നവനാണ് റബ്ബേ. നീ അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാൻ. അതേ രൂപത്തിൽ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു അറബിയുടെ ഡ്രൈവറായി. പിന്നീട് ആ അറബിയുടെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് വണ്ടിയിൽ എണ്ണ കഴിഞ്ഞപ്പോൾ സൈഡാക്കി. അതിൻ്റെ പേരിൽ ഒരു അരമണിക്കൂർ വൈകി. പിന്നീട് ആ അറബി കേസ് കൊടുത്തു. മാത്രമല്ല ഈ വ്യക്തിയുടെ ലൈസൻസും അതുപോലെ തന്നെ എല്ലാ കാർഡുകളും പിടിച്ചു വെച്ചു. ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ജോലിയിൽ നിന്ന് ജോലിയേറ്റം കൊടുക്കുന്നുമില്ല. വേറൊരു ജോലിക്ക് പോകാനും കഴിയുന്നില്ല. വേറെ ജോലിക്കൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കമ്പ്യൂട്ടറിൽ കൊടുത്തപ്പോൾ ഈ അറബിയുടെ കേസ് അങ്ങനെ തന്നെ നിൽക്കുക. അവസാനം വക്കീലിനെ കാണുമ്പോൾ ഒരുപാട് കേസാവുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ആ കേസൊന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ
അങ്ങനെ വിഷമിച്ച് കുടുങ്ങിയ പലരും ഒക്കെ നീ അവർക്കൊക്കെ സലാമത്ത് കൊടുക്കണം റഹ്മാനെ. നീ പരിപൂർണമായി ആ അറബിയുടെ എല്ലാവിധ കുടുക്കുകളിൽ നിന്നും നീങ്ങി അദ്ദേഹത്തിന് നല്ലൊരു ജോലി നീ കൊടുക്കണം റഹ്മാനെ. അതുപോലെ 2002 വോട്ടർ പട്ടികയിൽ ഉമ്മാൻ്റെ ഇല്ല ഉപ്പാൻ്റെ ഇല്ല പേര്. അങ്ങനെ ഒരു സഹോദരൻ വിഷമിച്ച് ഉറങ്ങുന്നില്ല. എന്താ ഉറങ്ങാത്ത ബേജാറായിട്ടാണ്, ബേജാറാവുമല്ലോ. അപ്പോൾ അത്തരം സംഗതികളൊക്കെ ഉണ്ട് റബ്ബേ. അവരുടെയൊക്കെ രേഖകൾ നീ ശരിയാക്കി കൊടുക്കണം റഹ്മാൻ. എന്തെല്ലാം നിയമങ്ങൾ വന്നു, എന്തെല്ലാം ഗൂഢനീക്കങ്ങളോടുകൂടെ BLO-കാരോ അല്ലെങ്കിൽ SIR-ഓ എന്തെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ രഹസ്യം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാം നീ റാഹത്തിലാക്കി തരണേ റഹ്മാനെ. അതിൻ്റെ ഒക്കെ ഉള്ളിലുള്ള തന്ത്രം മുസ്ലിങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണെന്ന് അറിയാം. എങ്കിലും നീ ദയാലുവാണല്ലോ റബ്ബേ, നീ ലത്തീഫാണല്ലോ റബ്ബേ. മുസ്ലിം സമൂഹത്തിന് എല്ലാവർക്കും നീ ഇസ്സത്ത് തരണേ റഹ്മാനെ, നീ ഇസ്സത്ത് തരണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. അർഹം റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ഇൽമ പഠിക്കാൻ, അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖ് തരണേ റഹ്മാനേ. റബ്ബേ, നിന്നെക്കുറിച്ച് പഠിച്ച് നിന്നക്ക് വേണ്ടി ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഉള്ളും പുറവും നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവരിൽ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഖബർ നീ വെളിച്ചമാക്കണേ റഹ്മാനെ. അവരിൽ ആരെല്ലാം ഹയാത്തിലുണ്ടോ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ റഹ്മാനെ. റബ്ബേ, മാറാവ്യാധി രോഗങ്ങൾ തന്നു ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. റബ്ബേ, ഒരു സഹോദരൻ ധാരാളം ദിവസങ്ങളായി, വർഷങ്ങളായി അദ്ദേഹത്തിന് ഒരു രോഗം വന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. റബ്ബേ, നീ അദ്ദേഹത്തിന് പരിപൂർണ ശിഫാവ് കൊടുക്കണേ റഹ്മാനെ. നീ ശിഫാവ് കൊടുക്കണേ റഹ്മാനെ, നീ ശിഫാവ് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു, പക്ഷേ ഫലം കിട്ടുന്നില്ല. ഏത് രോഗത്തിനും മരുന്ന് വെച്ചിട്ടുള്ള റബ്ബേ, വാർദ്ധക്യത്തിനും മരണത്തിനുമല്ലാത്ത എല്ലാ രോഗത്തിനും ഈ ദുനിയാവിൽ മരുന്നുണ്ടല്ലോ റബ്ബേ. പക്ഷേ ആ മരുന്ന് ഏതാണ് എന്ന് നീ കണ്ടെത്തി അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫാവിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നീ തന്നെ കണ്ടെത്താൻ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ഈ സദസ്സിൽ റബ്ബേ ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, അവരൊക്കെ ഈ സദസ്സിൽ വരുന്ന റബ്ബേ നിനക്ക് വേണ്ടി ദിക്റുചൊല്ലാൻ ഇത്തരം നല്ല നല്ല സദസ്സുകളിൽ ഇരുന്നും നാളെ ആഖിറത്തിലൊന്ന് വിജയിക്കണമെന്ന് ചിന്തിച്ചിട്ടാണ് റബ്ബേ ഞങ്ങൾ പറയുന്ന, ഞങ്ങൾക്ക് എനിക്കും കേൾക്കുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾക്കും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നിന്റെ ഉപ്പാവ് കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും സ്വർഗത്തിന്റെ അഹിലുകാരിൽ ചേർത്തി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി വരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കി തരണേ റഹ്മാനെ. ജീവിതം ചിട്ടപ്പെടുത്തി ക്രമത്തിലാക്കി നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന നല്ല അടിയാറുകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم اجعل آخر كلامنا عند الموت قولا لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين. اللهم اجعلنا من أهل الجنة واجعلنا من عبادك الصالحين.
واجعلنا من الفائزين في الدارين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والحمد لله.